بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അവരെ സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കർമ്മശാസ്ത്രപരമായ ഉളൂവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഉളൂഇന്റെ മഹത്വത്തെ ഒന്ന് പരിചയപ്പെടലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉളൂവിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉളൂ എന്ന് പറയുന്ന കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു ഇബാദത്താണ് എന്ന ബോധത്തോടു കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുക വഴി നമുക്ക് ദുനിയവിയും ഉഖ്റവിയുമായ ധാരാളം നേട്ടങ്ങൾ സമ്പാദിക്കാൻ കഴിയും എന്നതൊക്കെയാണ് നമ്മുടെ ചർച്ച. ഇൻഷാ അല്ലാഹ് നമുക്ക് ആമുഖങ്ങൾ ഒഴിവാക്കി നേരെ വിഷയത്തിലേക്ക് വരാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിപ്പിക്കുന്ന വളരെ വിശ്രുതമായ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫൽയഫഅൽ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖിയാമത്ത് നാളിൽ എന്റെ സമുദായത്തെ ഗുർറൻ മുഹജ്ജലീൻ, ഉളൂഇന്റെ അടയാളങ്ങളാൽ കൈകാലുകൾക്ക് വെളുപ്പ് ലഭിച്ചവരെ, കൈകാലുകൾ പ്രകാശിക്കുന്നവരെ എന്ന് വിളിക്കും. അള്ളാഹു ആ വിളി കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഉളൂഇന്റെ അടയാളം കൊണ്ട് കയ്യിനും കാലിനുമൊക്കെ വെളുപ്പ് വരാൻ, പ്രകാശം വരാൻ ഭാഗ്യം കിട്ടിയവരെ എന്ന് വിളിക്കുന്ന ചില ഉളൂഇന്റെ ആളുകളുണ്ട്. ഉളൂ എടുത്തതിന്റെ പൂർണ്ണതയിൽ, ആ ഉളൂഇന്റെ സ്വീകാര്യതയിൽ ഇവർക്ക് കിട്ടുന്ന മഹത്വം എന്താണെന്നറിയോ? ഖിയാമത്ത് നാളിൽ ഇവരെ മലക്കുകൾ വിളിക്കുന്നത് ഉളൂഇന്റെ വെള്ളം കൊണ്ട് കയ്യിനും മുഖത്തിനുമൊക്കെ, കയ്യിനും കാലിനുമൊക്കെ പ്രകാശം കിട്ടിയവരെ എന്ന് വിളിക്കും. അങ്ങനെ വിളിക്കുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഫമൻ ഇസ്തതാഅ മിൻകും അൻ യുതീല ഗുർറതഹു ഫൽയഫഅൽ. നിങ്ങൾ ഉളൂ ചെയ്യുമ്പോൾ മുഖവും കൈയും കയറ്റി കഴുകുക എന്ന സുന്നത്തിനെ പരിപൂർണമായി തന്നെ പാലിച്ചു പോകണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കയ്യും മുഖമൊക്കെ കഴുകുമ്പോൾ അത് കയറ്റി കഴുകാൻ കഴിയുമെങ്കിൽ അത് പരിഗണിച്ച് തന്നെ ചെയ്യണം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ആ കഴുകൽ വൃത്തിയായി വളരെ മനോഹരമായി തന്നെ ചെയ്തു പോകണം. അത് വളരെ ഇഖ്ലാസോടുകൂടെ നന്നായിട്ട് തന്നെ ചെയ്യണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. ഇമാം മുസ്ലിമിന്റെ മറ്റൊരു ഹദീസ് കാണാം. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് തന്നെ നിവേദനം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തൽ മഖ്ബറ, അവിടെ നിന്ന് ജന്നത്തുൽ ബഖീഇലേക്ക് ഒരിക്കൽ ചെന്നു. ജന്നത്തുൽ ബഖീ നമുക്ക് എല്ലാവർക്കും അറിയാം. ജന്നത്തുൽ ബഖീഇൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് അവിടെയുള്ള ഖബറാളിയോട് സലാം പറയാണ്. അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീന ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇങ്ങനെ സലാം പറഞ്ഞു ഖബറാളികളോട്. ജന്നത്തുൽ ബഖീ നമുക്കറിയാം, മദീനയിലെ വിശാലമായ ആ ഖബർസ്ഥാനിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നിട്ട് അവിടെയുള്ള ഖബറാളികളോട് വളരെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിൽ ഉള്ളറിഞ്ഞിട്ടൊരു സലാം പറയാണ്. അസ്സലാമു അലൈക്കും യാ ദാര ഖൗമി മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും തുടർന്ന് പറയാണ്, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. സലാം പറയുന്നു ഖബറാളികൾക്ക്. തുടർന്ന് ഹബീബ് പറയാ, ഞങ്ങളുടെ സഹോദരന്മാരെ കാണാൻ കൊതിയാകുന്നു.
ഞങ്ങളുടെ സഹോദരന്മാരെ കാണാൻ കൊതിയാകുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു, വലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളൊക്കെ അങ്ങയുടെ സഹോദരന്മാരല്ലേ? അവിടുന്ന് പറഞ്ഞു, അൻതുമ സ്വഹാബി, സഹോദരന്മാർ എന്ന് ഈ പറഞ്ഞത് നിങ്ങളെയല്ല, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, എന്റെ സ്വഹാബികളാണ് നിങ്ങൾ. ഈ പറഞ്ഞ സഹോദരന്മാർ ആരാണെന്നറിയുമോ? വഇഖ്വാനുനല്ലദീന ലം യഅതു ബഅദു ഖാലൂ കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് വരാനുള്ള അങ്ങ് ഉദ്ദേശിച്ച ഈ സഹോദരന്മാരെ, അങ്ങ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ പിൽക്കാലത്ത് വരാൻ പോകുന്ന സഹോദരന്മാരെ എങ്ങനെ തിരിച്ചറിയും നബിയെ? ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരല്ലേ? അല്ല, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, എന്റെ കൂടെ ജീവിക്കുന്നവരാണ്. സഹോദരന്മാർ പിന്നീട് വരാനുള്ളവരാണ്. പിന്നീട് വരാനുള്ളവരെ അങ്ങ് എങ്ങനെ തിരിച്ചറിയും? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തിരിച്ചറിയും. തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അറഅയ്തലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറും മുഹജ്ജലത്തുൻ ബൈനൽ ലഹ്റൈ ഖൈലൻ ദുഹുമിൻ ബുഹുമിൻ അലാ യഅരിഫു ഖൈലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ച് വിളിച്ചത് എന്റെ ശേഷം വരാനിരിക്കുന്ന പിൽക്കാല സമൂഹത്തെ കുറിച്ചാണ്. നിങ്ങൾ എന്റെ സ്വഹാബികളാണ്, സ്വഹാബികളെ അല്ല സഹോദരന്മാരെന്ന് വിളിച്ചത്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് വരാൻ പോകുന്ന ആ പിൽക്കാലത്ത് അങ്ങ് കണ്ടിട്ടില്ലാത്ത അവരെ എങ്ങനെ തിരിച്ചറിയും? സഹോദരന്മാരെന്ന ബന്ധത്തിൽ എങ്ങനെ തിരിച്ചറിയും ഞാൻ? എങ്ങനെയെന്നറിയോ? അള്ളാന്റെ ഹബീബ് തിരിച്ചറിയുന്ന ആ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഞാൻ എങ്ങനെയാണ് അവരെ തിരിച്ചറിയാ എന്നറിയുമോ? ഒരു മനുഷ്യൻ അയാളുടെ കുതിരയെ തിരിച്ചറിഞ്ഞ പോലെ. എങ്ങനത്തെ കുതിര? കുറെ കറുത്ത ഇരുണ്ട കളറുള്ള കുതിരകളുടെ ഇടയിലേക്ക് വെളുത്ത കൈകാലുകളുള്ള കറുത്ത കുതിരയെ ഒരാൾ പറഞ്ഞയച്ചാൽ, ധാരാളം കുതിരകളുണ്ട്, എല്ലാം കറുത്ത നിറമാണ്. ഈ കറുത്ത നിറമുള്ള കുതിരയുടെ ഇടയിലേക്ക് വെളുത്ത കാലുകളുള്ള കറുത്ത ഒരു കുതിരേനെ വിട്ടാൽ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കാലുകൾ ഇങ്ങനെ മാറുന്നത് നോക്കിയാൽ, ആ വെളുത്ത കാലുകൾ ഇങ്ങനെ മാറണ കണ്ടു കഴിഞ്ഞാൽ തന്റെ കുതിര ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു മനുഷ്യന് പ്രയാസമുണ്ടോ? ഇല്ല. എന്ന പോലെ ഞാൻ അവരെ തിരിച്ചറിയും. എങ്ങനെയെന്നറിയുമോ? ഫഇന്നഹും യഅതൂന ഗുർറൻ മുഹജ്ജലീന മിനൽ വുളൂഇ, അവർ വുളൂ എടുത്തതിന്റെ അടയാളം ഖിയാമത്ത് നാളിൽ അവരുടെ ശരീരത്തിൽ പ്രകാശമായി കാണാൻ പറ്റുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള എന്റെ സഹോദരന്മാരെ കാത്തിരിക്കും ഞാൻ അവിടെ. വഅന ഫറതുഹും അലൽ ഹൗളി, ഹൗദുൽ കൗസറിന്റെ അവിടെ അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നന്നായിട്ടൊരു വുളൂ എടുത്തു കഴിഞ്ഞാൽ ഹബീബിനോട് കിട്ടുന്ന ബന്ധം ഇതാണ്. നന്നായി ഒരു വുളൂ എടുത്താൽ അള്ളാഹു പരിഗണിക്കുന്നത് ഈ രൂപത്തിലാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ഹദീസ് കാണാം, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം ഹദീസ്. 3 കാര്യങ്ങൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കുന്ന 3 കാര്യങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് സഹോദരന്മാരാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ സ്വഹാബികളോട് അവിടെ നിന്ന് ചോദിച്ചു, അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന, പദവി ഉയർത്തി തരുന്ന ഒരു സൽക്കർമ്മങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും, പദവിയും അല്ലാഹു ഉയർത്തി തരും. അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. 3 കാര്യങ്ങളുണ്ട്. സ്വഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് പറഞ്ഞാലും. അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ പാപവും പുറത്ത് പദവി ഉയർത്തി കിട്ടുന്ന കാര്യങ്ങൾ 3 പറയ നബിയെ. ഒന്നാമത്തേത് ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹി, ശരീരത്തിന് വെറുപ്പ് തോന്നുന്ന സമയത്ത് പൂർണ്ണമായും വുളൂ ചെയ്യുക, വുളൂവിന്റെ പൂർണ്ണത പാലിക്കുക. വുളൂവിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാ ഈ പല്ല് തേക്കല്, വുളൂവിന്റെ പൂർണ്ണത പെട്ടതാ.
പരമാവധി അത് ചെയ്യാൻ തന്നെ നോക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് വിരല് വെച്ചിട്ട് പല്ല് വെച്ചാൽ പല്ല് തേക്കലാവില്ല. ഉരമുള്ള വസ്തു എന്ന് ഫിഖ്ഹ് പറഞ്ഞ ആ ഉരമുള്ള വസ്തു കൊണ്ട് തന്നെ വീട്ടിലൊക്കെ ഒളു എടുക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ? ഒളുവിന്റെ പൂർണ്ണത, പൂർണ്ണമായും ഒളു ഒരാൾ എടുത്താൽ ഒളുവിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ പല്ല് തേക്കൽ അടക്കമുള്ള ഒളുവിന്റെ ശേഷമുള്ള ദുആ ഉൾപ്പെടെയുള്ള ആ രീതിയിലുള്ള ഒളു എടുത്ത ശേഷം തോർത്തി കളയാത്ത രീതിയിലുള്ള ഒളു, ഇങ്ങനെ പൂർണ്ണത പാലിച്ചുകൊണ്ടുള്ള ഒളു ആരെങ്കിലും എടുക്കുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ പാപം അള്ളാഹു പൊറുക്കും, പദവി അള്ളാഹു ഉയർത്തി കൊടുക്കും. ഒന്നാമത്തെ അമൽ അതാണ്. രണ്ടാമത്തെ അമൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകുന്ന ആണുങ്ങള് കൂടുതൽ ദൂരം നടന്ന് തന്നെ പോവാൻ നോക്കാം. കൂടുതൽ വഴിയുള്ളിടത്തിലൂടെ നടന്നു പോകാം. അല്ലെങ്കിലും പള്ളിയിലേക്ക് പോകുമ്പോൾ ദൂരം കൂടുതലുള്ള വഴിയിലൂടെ നടന്നു പോവുകയും ദൂരം കുറഞ്ഞ വഴിയിലൂടെ തിരിച്ചു പോരുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കർമ്മവും പള്ളിയിലേക്ക് കൂടുതൽ ദൂരം നടക്കുക എന്ന ആ കർമ്മവും പാപം പൊറുക്കാനും പദവി ഉയർത്തി കിട്ടാനും അള്ളാഹു കാരണമാക്കും. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ അമൽ ഒരു മനുഷ്യൻ നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നത് അവന്റെ പാപം പൊറുക്കാനും പരലോകത്ത് വലിയ പദവി കിട്ടാനും കാരണമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ പതിവായി കൊണ്ടുവന്നാൽ, ഒന്നാമത് പറയാം വുളു പൂർണ്ണമായും ചെയ്യുന്നു. രണ്ടാമത്തേതോ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കൂടുതൽ ദൂരം നടന്നു പോകുന്നു. മൂന്നാമത്തേതോ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് വുളുവോടുകൂടെ കാത്തിരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾക്ക് പതിവുണ്ട് എങ്കിൽ സഹോദരിമാർക്ക് ഇതിൽ രണ്ടെണ്ണം പതിവാക്കാൻ പറ്റും. വർണ്ണത്തിന്റെ കാര്യത്തിൽ അവർക്ക് കുഴപ്പമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ പതിവുണ്ട് എങ്കിൽ, സ്ത്രീകളാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പതിവുണ്ടെങ്കിൽ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പ്രാവശ്യം പറഞ്ഞു, അത് മതി ഒരാളുടെ ഹിദായത്ത് നിലനിൽക്കാൻ. അത് മതി ഒരാളുടെ ഹിദായത്ത് നിലനിൽക്കാൻ. ഒരാളുടെ ഹിദായത്ത് നിലനിന്ന് പോവാൻ ഈ മൂന്ന് കാര്യങ്ങൾ മതി. ഒന്ന്, വുളു പൂർണ്ണമായും ചെയ്യുക. രണ്ടാമത്തേത് പള്ളിയിലേക്ക് കൂടുതൽ ദൂരം നടന്നു പോവുക. മൂന്നാമത്തേത് ഒരാൾ നിസ്കാര ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ പതിവായി ചെയ്യുന്ന ആളുകൾക്ക്, സ്ത്രീകളെ സംബന്ധിച്ച് ഇതിൽ രണ്ടെണ്ണം മതി. പള്ളിയിലേക്ക് പോക്ക് ഇല്ലല്ലോ. അത് പതിവാക്കാണെങ്കിൽ നമ്മുടെ ഹിദായത്ത് നിലനിൽക്കും. ഒരിക്കലും നമ്മളുടെ ആഖിബത്ത് മോശാവൂല. ഫദാലിക്കും ഒരു റിബാത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ഹബ്സുൻ നഫ്സി അലാ തആത്തില്ലാഹി, പടച്ചോന് വഴിപ്പെടുക എന്നതിൽ ശരീരത്തെ പിടിച്ചു നിർത്താൻ, ഇബ്ലീസിനെ അകറ്റി നിർത്താൻ ഈ മൂന്ന് കാര്യം പതിവാക്കിയാൽ മതി. ഇബ്ലീസിനെ അകറ്റി നിർത്താനും അള്ളാഹുവിലേക്കുള്ള ബന്ധം നിലനിർത്താനും ഈ മൂന്ന് കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ഹദീസ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമാക്കുന്നില്ല, പെട്ടെന്ന് പറയാണ്. ഇമാം മുസ്ലിമിന്റെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തുർമുദിയും ഉദ്ധരിക്കുന്നുണ്ട്. عن عمر بن الخطاب رضي الله عنه قال رسول الله صلى الله عليه وسلم കേട്ടോ, ما منكم من أحد يتوضأ فيسبغ الوضوء ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. ഈ ദുആ അറിയാലോ എപ്പോഴത്? വുളു എടുത്ത ശേഷം രണ്ട് കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു, കണ്ണുമുയർത്തുന്നു. ആകാശം കാണണമെന്നില്ല, ആകാശം കണ്ടില്ല അങ്ങോട്ട് ഉയർത്താം. എന്നിട്ട് ഈ ചെയ്യുന്ന ദുആ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. ഈ ദുആ നിസ്സാരമല്ലേ. വുളുഇന്റെ പൂർണ്ണതയ്ക്ക് ഈ ദുആ വേണം. വുളുഇന്റെ പൂർണ്ണതയ്ക്ക് പല്ല് തേക്കൽ ഉണ്ടാവണം. നാവിലൂടെയും ബ്രഷ് വെച്ചുകൊണ്ട് ഇങ്ങനെ നാവിലൂടെയും ഉരസണം. ടങ് ക്ലീനർ വെച്ചിട്ട് പഠിക്കുന്നതിനേക്കാളും ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞത് ബ്രഷ് വെച്ച് തന്നെ നാവിൽ ഉരസുക എന്നതാണ്.
ടങ് ക്ലീനർ കൊണ്ട് സുന്നത്ത് കിട്ടൂല എന്നൊന്നും പറയുന്നില്ല. ഉരമുള്ള വസ്തു വെച്ചുകൊണ്ട് നാവിൽ ചെയ്യുന്നുണ്ട്. എന്നാലും ആ മിസ്വാക്ക് പല്ലിൽ ഉപയോഗിച്ചത് തന്നെ ഉപയോഗിച്ച് നാവിലും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ടങ് ക്ലീനർ വെച്ചിട്ട് ഒരാള് നാവ് വടിക്കുമ്പോ അത് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ രുചികുമളകൾ നശിച്ചു പോകാൻ സാധ്യത ഉണ്ടെന്ന് എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ബ്രഷ് ആകുമ്പോൾ അത് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും ആ ഉരസലിന്റെ ആ ഒരു ശൈലിയിൽ രുചികുമളകൾക്ക് പ്രശ്നമില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇസ്ലാം പറഞ്ഞത് ബ്രഷ് വെച്ച് തന്നെ നാവിലൂടെ ഉരസാനാണ് പറഞ്ഞിട്ടുള്ളത്. നീളത്തിൽ തൂലം ഫിൽ ലിസാനി, നാവ് നീട്ടിപ്പിടിച്ചിട്ട് നാവിലൂടെ നീളത്തിൽ ഇങ്ങനെ ഉരസിയാൽ രുചികുമളകൾക്ക് സംരക്ഷണം ഉണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നതൊക്കെ അവിടെ വെക്കാം. സുന്നത്തിന്റെ പൂർണ്ണത കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വിരൽ ഒരിക്കലും പല്ല് തേക്കുന്നതിന്റെ സുന്നത്തിലേക്ക് കിട്ടൂല. കാരണം ഉരമുള്ള വസ്തു എന്നതിൽ വിരല് പെടൂല. അതിനൊരു ബ്രഷ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ അതിന് പറ്റിയ ഉരമുള്ള മറ്റുള്ള ഏതെങ്കിലും വസ്തു, വല്ല അറാക്കിന്റെ കഷ്ണോ, അല്ലെങ്കിൽ പഴയ കാലത്ത് കാണാം നല്ല ഉണങ്ങിയ ചകിരി ഉപയോഗിക്കുന്ന കാരണന്മാരുണ്ടായിട്ടുണ്ട്. അവര് നന്നായിട്ട് മുറുക്കിട്ട് ഇങ്ങനെ ചകിരി വെച്ചിട്ട് ഇങ്ങനെ തേക്കുന്ന കണ്ട അത് അവർക്ക് വല്ലാത്ത ശീലമാണ്. അതുമായി ബന്ധപ്പെട്ട് നല്ല ഇണക്കമുണ്ട് അവർക്ക്. എന്തായാലും ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരമാവധി പള്ളിയിലേക്ക് പോകുന്നവരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉളു എടുത്തിട്ട് പോകാം. അപ്പൊ സൗകര്യാർത്ഥം അത് സൂക്ഷിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഉളു പരമാവധി സമയം നീട്ടിപ്പിടിക്കാൻ നോക്കുക. ഉളു പരമാവധി സമയങ്ങളിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അടുക്കള ജോലി ചെയ്യുമ്പോഴും സഹോദരിമാർക്ക് ഉളുവൊക്കെ എടുക്കാം. അത് നിലനിർത്തി കൊണ്ടുപോകാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഉളുവിന്റെ ശേഷമുള്ള ദുആ ഒരാൾ പതിവായി ചൊല്ലിയാൽ, ഈ ദുആ പതിവായി ചൊല്ലുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. സ്വർഗത്തിന്റെ 8 കവാടവും, സ്വർഗം 8 തട്ടുകളാണ്. ആ 8 തട്ടിലെയും പ്രധാന കവാടം ഇവന്റെ നേരെ തുറന്നു കഴിഞ്ഞു. ഇഷ്ടമുള്ള സ്വർഗത്തിലേക്ക് അവന് പോവാം. അല്ലാഹുവേ ഭാഗ്യം തരണേ തമ്പുരാനെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇമാം മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, തുർമുദി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, മറ്റൊരു ഹദീസിലേക്ക് പോകാം. മഹാനായ ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അൻ നബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവസ്സകു ഫഇന്ന സിവാക മത്ഹറത്തുൽ ലിൽ ഫമി വ മർളാത്തുൽ ലിറബ്ബി. നിങ്ങൾ പല്ല് തേക്കണേ, എപ്പോഴും തേക്കാന്നാ, എപ്പോ വേണമെങ്കിലും തേക്കാം. നിസ്കരിക്കുന്നതിന് മുമ്പ് പല്ല് തേച്ചിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ 70 ഇരട്ടി പ്രതിഫലമാണ് കൂടുതലുള്ളത്. നിസ്കരിക്കുന്നതിന് മുമ്പ് പല്ല് തേച്ചിട്ടുള്ള നിസ്കാരാണ് എങ്കിൽ നിസ്കാരത്തിന് മുമ്പുള്ള പല്ല് തേക്കൽ ഒളുവിലൂടെയാണ് ഉണ്ടാവുന്നത്. ഒളുവിലൂടെ അങ്ങനെയുള്ള നിസ്കാരാണെങ്കിൽ 70 ഇരട്ടി പ്രതിഫലം ആ നിസ്കാരത്തിനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ പല്ല് തേക്കൽ പതിവാക്കണം, കൂടുതൽ ചെയ്യണം. കാരണം അത് വായന ശുദ്ധി നൽകുന്നു. റബ്ബിന്റെ പൊരുത്തവും കിട്ടുന്നു. പല്ല് തേക്കുന്നവരോട് അള്ളാഹുവിന് പൊരുത്തം കൂടുതലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാ ജാഅനി ജിബ്രീലു ഇല്ലാ ഉസാനി ബിസ്സിവാകി ഹത്താ ലഖദ് ഖശീതു അൻ യഫ്റള അലയ്യ വഅലാ ഉമ്മത്തി. ജിബ്രീല് പല്ല് തേക്കലിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരവ് കൂടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, പല്ല് തേക്കൽ എനിക്കും എന്റെ സമൂഹത്തിനും നിർബന്ധമാകുമോ എന്ന്. എനിക്കും എന്റെ സമുദായത്തിനും പല്ല് തേക്കുക എന്ന കർമ്മം വുളൂഇന്റെ കൂടെ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കൂടെ നിർബന്ധമാകുമോ എന്ന് ഞാൻ ഭയന്നു പോയി. ലൗലാ അന്നി അഖാഫു അൻ അശ്ഖ അലാ ഉമ്മത്തി ലഫറളതുഹു അലൈഹിം. എന്റെ സമുദായത്തിന് പ്രയാസമുണ്ടാകുമെന്നത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിലോ ഓരോ നിസ്കാരത്തിനും പല്ല് തേക്കൽ ഉളൂ പോലെ തന്നെ നിർബന്ധമെന്ന് ഞാൻ പറയുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫർളാകാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരുന്നു പല്ല് തേക്കൽ. അപ്പോൾ അത് സുന്നത്തിൽ എത്ര സ്ഥാനത്ത് നിൽക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കാം. പരമാവധി പല്ല് തേച്ച് തന്നെ നിസ്കരിക്കാം. റമദാനൊക്കെ വരാൻ പോകുന്നത് ഉച്ച കഴിഞ്ഞ് പല്ല് തേക്കാതിരിക്കുക. ഉച്ച കഴിഞ്ഞ് റമദാൻ എന്ന ആ മാസത്തെ പരിഗണിച്ചുകൊണ്ട്, നോമ്പിനെ പരിഗണിച്ചുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പല്ല് തേക്കാതിരിക്കുക. ഇബ്നു മാജ ഈ ഹദീസ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. ഇനി മറ്റൊരു ഹദീസ് കണ്ടോ,
ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. വുളൂന്റെ മഹത്വം കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൽ ലാ തഖറബുഹുൽ മലായികത്തു. 3 സാധനങ്ങളോട് മലക്കുകൾ അടുക്കൂല. 3 സാധനങ്ങളോട് മലക്കുകൾക്ക് അടുക്കാൻ പറ്റൂല. ഒന്നാമത്തേത് ജീഫത്തുൽ കാഫിരി, ഒരു കാഫിറായി ചത്തുപോയവന്റെ ശവത്തിന്റെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. അങ്ങനെയുള്ളിടത്തേക്കൊക്കെ പോകുമ്പോ ഒരു പരിധി വെക്കണം സമയത്തിന്. കാഫിറായ മനുഷ്യന്റെ ശവത്തിന്റെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. രണ്ടാമത്തേത് വൽ മുതലമ്മിഖു, പൂജാരിയെ പോലെ ശരീരത്തിൽ കുങ്കുമം പൂശുന്ന മനുഷ്യൻ. ഇപ്പൊ കാണാൻ ചില ആഘോഷങ്ങൾക്കൊക്കെ ചെറുപ്പക്കാര് സ്കൂളില് ഒക്കെ ഉണ്ടാകുന്ന, കോളേജുകളിൽ ഉണ്ടാകുന്ന സെലിബ്രേഷനൊക്കെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേകതരം പൊടി ഇങ്ങനെ വിതറിയിട്ട് ഒരു ആഘോഷമുണ്ട്. അങ്ങനെ ശരീരത്തിൽ പൂജാരിയെ പോലെ കുങ്കുമം പോലെ ഉള്ളത് പൂശി നടക്കുന്നവന്റെ നേരെ റഹ്മത്തിന്റെ മലക്ക് വരൂല. വൽ ജുനുബി, അതുപോലെ ജനാബത്ത് ഉണ്ടായ ആളുടെ അടുത്തേക്കും റഹ്മത്തിന്റെ മലക്ക് വരൂല. പക്ഷെ ജനാബത്തുകാരന് കഴിയും, ഇല്ല അവൻ ഒളു ചെയ്തിട്ട് കിടന്നാ അവന്റെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്ക് വരും. അതുകൊണ്ട് രാത്രിയിൽ ജനാബത്ത് ഉണ്ടാകുന്നവർ ഉറങ്ങുന്നതിന് മുമ്പ് ഒളു എടുത്തിട്ട് കിടക്കുക. സുബഹിക്കാണ് കുളിക്കുന്നതെങ്കിൽ പോലും രാത്രി ജനാബത്തുള്ള ആണും പെണ്ണുമാവട്ടെ ഒളു എടുത്തുകൊണ്ട് കിടക്കുക, സുബഹിക്ക് കുളിക്കുന്നവരാണെങ്കിൽ പോലും. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഹദീസ് ഇമാം അബൂദാവൂദിന്റെ സുനനിൽ നമുക്ക് കാണാം. മറ്റൊരു ഹദീസ് കണ്ടോ, മറ്റൊരു ഹദീസ്. ഈ മറ്റൊരു കാര്യം പറയാം, ജനാബത്ത് ഉള്ളതിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ, കുളിക്കാതെ ജനാബത്തുള്ള ആള് ഭക്ഷണം കഴിക്കാൻ നിന്നാൽ ആ കുടുംബത്തിൽ റിസ്ഖിൽ ബർക്കത്ത് പോകുമെന്ന് പറയുന്നുണ്ട് മഹാന്മാർ. ജനാബത്ത് ഉള്ള ആള് ജനാബത്ത് കുളിക്കാതെ വന്ന് ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ റിസ്ഖിലെ ബർക്കത്ത് പോകുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. മറ്റൊരു ഹദീസ് കണ്ടോ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ജുനുബൻ ഫഅറാദ അൻ യകുല വ യനാമ തവല്ല വുളുഅഹു ലിസ്സലാഹ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജനാബത്തുണ്ടായാൽ അവിടുന്ന് ജനാബത്ത് കുളിക്കുന്നതിന് മുമ്പായി ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അവിടുന്ന് ഒളു ചെയ്യുമായിരുന്നു. ഏതുപോലെ ഒളു ചെയ്യുമായിരുന്നു? നിസ്കരിക്കാൻ എങ്ങനെയാണോ ഒളു ചെയ്യേണ്ടത് അതുപോലത്തെ പൂർണ്ണത നിർവഹിച്ചുകൊണ്ടുള്ള ഒളു ചെയ്യുമായിരുന്നു. അപ്പൊ ജനാബത്തുകാർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഒളു ചെയ്തിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കുറച്ച് കാര്യങ്ങൾ, വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒളു, നമ്മൾ ഒരു അധികാരികയെ കാണാൻ പോകുമ്പോൾ ഒളു എടുക്കുന്നത് നല്ലതാ. അയാളുടെ മനസ്സിൽ നമ്മോട് ഭയഭക്തി ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും. ഉദാഹരണം, നമുക്ക് ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്, ഒന്ന് പഞ്ചായത്തിൽ പോകണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടോ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടോ സംസാരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു പോലീസ് ഓഫീസറോട് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പോവാണ്, ഒരു അധികാരിയോട് വർത്താനം പറയാനുണ്ട്, MLA യോട് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനോട് സംസാരിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു മുകളിലുള്ള ഒരു ഉദ്യോഗ തലത്തിൽ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കാനുണ്ട്, അയാൾ നമ്മുടെ കീഴിൽ പെടുത്തണമെങ്കിൽ വുളു ചെയ്താൽ മതി. വുളു ചെയ്തിട്ട് പോകണം. വുളു ചെയ്ത് പോകുന്നത് നല്ലതാണ്. വുളു ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇത് തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെയൊക്കെ ശറഇൽ അവരുടേതായ രീതിയിൽ അള്ളാഹു വുളു നിയമമാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ ഇങ്ങനെ പല പതിവുകളും കണ്ടിട്ടുണ്ട്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കഅബയുടെ കില്ല വാങ്ങാൻ, കില്ല എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ, കഅബ ശരീഫിനെ മൂടി പുതച്ചു വെച്ചിരിക്കുന്ന കറുത്ത തുണി, ഓരോ വർഷവും അത് മാറ്റും. കിസ്വ എന്നും പറയും, കില്ല എന്നൊക്കെ പറയും. കഅബയുടെ കില്ല വാങ്ങാൻ വേണ്ടി ഈജിപ്തിലാണ് ഈ കില്ല കിട്ടുക. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഈ കില്ല വാങ്ങുന്നത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിലാണ് ഈ കില്ല നിർമ്മിക്കുന്നത്. അന്ന് ഈജിപ്തിലേക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയെ പറഞ്ഞയച്ചു. സ്വഹാബി പോവാണ്. പോകുന്ന വഴിയിൽ അദ്ദേഹം കേട്ടു, ഈ പോകുന്ന വഴിയില് ഒരു വളരെ പ്രശസ്തനായ ക്രൈസ്തവ പാതിരി ഉണ്ടെന്നും
ചരിത്രത്തിൽ അദ്ദേഹത്തിന് നല്ല അവഗാഹമുണ്ടെന്നും തൗറാത്ത് മനപ്പാടമാണെന്നും ഈ സ്വഹാബി കേട്ടു. ഏതായാലും ഈജിപ്തിലേക്ക് പോണ വഴിയല്ല, മതസൗഹാർദ്ദത്തിന്റെ ഒക്കെ ഒരു വലിയ മാതൃക ഇവിടെ കാണാനുണ്ട്. ആ ക്രൈസ്തവ പാതിരിയിൽ നിന്നും ഒരുപാട് ചരിത്രം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു ഈ സ്വഹാബി. അങ്ങനെ ക്രൈസ്തവ പാതിരി എവിടെയാണുള്ളത് ആ അദ്ദേഹത്തിന്റെ താവളത്തിലേക്ക് ഈ സ്വഹാബി ചെന്നു. സ്വഹാബി വരുന്നു എന്ന വിവരം ക്രൈസ്തവ പാതിരിക്ക് നേരത്തെ ജനങ്ങൾ വിവരം കൊടുത്തിരുന്നു. സ്വഹാബിയെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഈ ക്രൈസ്തവ സഹോദരനായ പാതിരി അവിടെ തയ്യാറാക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തിലേക്ക് പോകുന്ന ഈ സ്വഹാബി ക്രൈസ്തവ പാതിരി താമസിക്കുന്ന കെട്ടിടത്തിന്റെ വാതിലിൽ ചെന്ന് മുട്ടി. കുറച്ചു നേരം കാത്തുനിന്നപ്പോഴാണ് വാതിൽ തുറന്നു. കുറെ നേരം സംസാരിച്ചു. വല്ലാത്ത സൗഹാർദ്ദമായി കുറഞ്ഞ കണ്ടുമുട്ടലിലൂടെ വലിയ സൗഹാർദ്ദം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ആ സ്വഹാബി സൗഹാർദ്ദത്തിൽ പരസ്പരം ആലിംഗനം ചെയ്ത് യാത്ര പറഞ്ഞ് പോവാണ്. ഞാൻ ഈജിപ്തിലേക്ക് പോകുന്നു, കഅബയുടെ കില്ല വാങ്ങാൻ പോകുന്നു. അമീറുൽ മുഅ്മിനീന്റെ പ്രിയപ്പെട്ട പട്ടാളക്കാരനായ സ്വഹാബിയോട് വളരെ സ്നേഹാർദ്രമായ ഇടപെടലിലൂടെ മനസ്സിൽ ഇടം പിടിച്ച ആ പാതിരി സ്നേഹത്തിന്റെ ആ ഇരിപ്പ് വശം വെച്ച് പരസ്പരം അങ്ങുമിങ്ങും സൗഹാർദ്ദത്തിന്റെ പേരിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ സ്വഹാബി അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായി തീർന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചോദിക്കാണ്, ഞാൻ ഇവിടെ വന്നിട്ട് ആ വാതിലിൽ മുട്ടിപ്പോ തുറക്കാൻ നിങ്ങൾ താമസം വന്നു, എന്തായിരുന്നു കാരണം? സ്വഹാബിയോട് പാതിരി പറയാണ്, തൗറാത്ത് ഞാൻ പൂർണ്ണമായും പഠിച്ചവനല്ലേ, പൂർവകാല വേദങ്ങൾ മുഴുവനും ഞാൻ പഠിച്ചവനല്ലേ, പൂർവകാല വേദങ്ങളിൽ ഞാൻ പഠിച്ച ഒരു സത്യമുണ്ട്, ആ കാലങ്ങളിലൊക്കെ ആ ജനങ്ങളിൽ ഉളു എന്ന് പറയുന്ന കർമ്മമുണ്ടായിരുന്നപ്പോ അതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞോടത്ത് മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അധികാരിയുടെ മുന്നിൽ കാൽമുട്ടുകൾ വിറയ്ക്കാതെ പിടിച്ചു നിൽക്കാൻ ഉളൂ കൊണ്ട് മനക്കരുത്തുണ്ടാകുമെന്ന് മൂസ നബിയോട് അള്ളാഹു പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാന്ന് എനിക്ക് കൃത്യമായി അറിയാം. ആരാണ് നിങ്ങളെന്ന ബോധം എനിക്കുണ്ട്. ആരുടെ അടുക്കൽ നിന്നാണ് വരുന്നതെന്ന ബോധം എനിക്കുണ്ട്. കിസ്റാ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ, പ്രസവിക്കുവാനൊരു പെണ്ണിനും. മാഫിസ്സമാഇ മലക്കുൻ ഇല്ലാ വഹുവ യുവഖിറു ഉമർ. ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്ക് പോലും അല്ലാഹുവിന്റെ ആകാശത്തിലില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ ആരാണെന്ന് എനിക്കറിയാം. റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ധീരനായ മനുഷ്യന്റെ പട്ടാളക്കാരൻ ധീരൻ തന്നെയാണ്. നിങ്ങളെ കണ്ടാൽ എന്റെ മനസ്സിന്റെ ധൈര്യം ചോർന്നു പോകും. പേടി എനിക്ക്. ആ പേടിയിൽ ഒരു അഭയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒളു എടുക്കാൻ പോയതായിരുന്നു, അതാ വാതിൽ തുറക്കാൻ വൈകിയത് എന്ന പാതിരി സ്വഹാബിയോട് പറഞ്ഞതായി ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒളു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒളു മനസ്സിന് കരുത്ത് നൽകും, ശരീരത്തിന് ശുദ്ധി നൽകും, അള്ളാഹിന്റെ പൊരുത്തം കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ഒളു സംബന്ധമായി നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ഒളു നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുടെ ജീവിത സൗകര്യങ്ങളിൽ അള്ളാഹു വിശാലത നൽകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദായിമുൽ ഒളു ആയിട്ട് നമ്മൾ നടന്ന നമ്മുടെ കടമൊക്കെ തീരും. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള സൗകര്യങ്ങൾ, ഒരു ചെറിയ മാരുതിയുടെ വണ്ടിയാണെങ്കിൽ അതൊക്കെ വിറ്റ് ഇന്നോവ വാങ്ങാൻ പറ്റും. റിസ്ക്കിലും ബർക്കത്തുണ്ടാവും. അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല പറയാണ്. ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ അത് വലിയ വരുമാനമാവും. എപ്പോഴും ഒളു പരമാവധി സമയം. നമുക്ക് ഒരു ദിവസം അള്ളാഹു തന്നിരിക്കുന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിൽ ഒരു 7 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന സമയം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സമയങ്ങളിൽ അതിന്റെ പകുതി സമയത്തിലെങ്കിലും, അതായത് ഒരു ദിവസത്തിൽ 10 മണിക്കൂർ നമ്മൾ ഒരു ഒളൂകാരനായി നിൽക്കാൻ നമുക്ക് കഴിയില്ലേ?
24 മണിക്കൂറിലെ 10 മണിക്കൂർ ടൈമിലെങ്കിലും നമുക്കൊരു ഉളു ഉള്ള മനുഷ്യനായി നിൽക്കാൻ കഴിയില്ല. ഉറങ്ങുന്നതിന് മുമ്പ് ഉളു എടുത്തിട്ട് ഉറങ്ങാം, ഉളുവോടുകൂടെ ഉറങ്ങുകയും ചെയ്യാം. ഇങ്ങനെ നമുക്കൊന്ന് ആലോചിച്ചാൽ, അങ്ങനെ ഒരു ഉളൂകാരനായിട്ട് നമുക്ക് നിലനിന്ന് പോവാൻ കഴിഞ്ഞാൽ നമ്മുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉളൂ എപ്പോഴും നിത്യമാക്കി കൊണ്ട് നടക്കുന്ന ആൾക്ക് കിട്ടുന്ന 3 നേട്ടം: ഒന്നാമത്തേത് റിസ്ഖിൽ വിശാലത, രണ്ടാമത്തേത് ഹിഫ്ളത്തിന്റെ മലക്കുകളുടെ ഇഷ്ടം ലഭിക്കും. ഹിഫ്ളത്തിന്റെ മലക്കുകൾ നമുക്ക് കാവൽ നിൽക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ? ഉളൂ പതിവാക്കി കൊണ്ടുപോകുന്ന മനുഷ്യന് കിട്ടുന്ന 3ാമത്തെ നേട്ടം എന്താണെന്നറിയുമോ? ആ മനുഷ്യൻ പാപം ചെയ്യാൻ ഇബ്ലീസ് എത്ര ശ്രമിച്ചാലും ഇബ്ലീസ് പരാജയപ്പെടും. അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. പടച്ചോൻ നമ്മെ ഇബ്ലീസിന്റെ ഷർറിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ഉളൂ പതിവാക്കി കൊണ്ടുപോയാൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് പറയുന്നത്, ഉളൂ ചെയ്യുമ്പോൾ പടച്ചോനെ റബ്ബേ, ഉളൂ ചെയ്യുന്ന മനുഷ്യന്റെ പാപം പൊറുക്കൂന്നാണല്ലോ നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അത് ഉളൂ ചെയ്യാണ്, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം, എന്റെ പാപങ്ങൾ നീ പൊറുക്കണം. ഹൃദയ സാന്നിധ്യത്തിൽ മനസ്സിൽ തട്ടി ഒരാൾ ഉളൂ എടുക്കുകയാണെങ്കിൽ, മനസ്സിൽ തട്ടി ഒരാൾ ഉളൂ എടുക്കുന്നുവെങ്കിൽ, ആ മനസ്സിൽ തട്ടി ഉളൂ എടുക്കുന്ന മനുഷ്യൻ ആ ഉളൂ കൊണ്ട് നിസ്കരിച്ചാലും മനസ്സിൽ തട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിൽ തട്ടി ഹൃദയ സാന്നിധ്യത്തോട് കൂടെ ഉളൂ എടുത്തിട്ട് ആ ഉളൂ കൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യം ഉണ്ടാവും. മനസ്സിൽ തട്ടി ഹൃദയ സാന്നിധ്യത്തോടു കൂടെ, ഇതാണ്ട് ഒരു ഒഴുക്കം മട്ടിന് തുണി കഴുകിപ്പിക്കുന്ന മാതിരി കയ്യൊക്കെ കഴുകുക, വേറെ ഏതാണ്ടൊക്കെ കാണിക്കുക, മണി വെള്ളം വായിക്കട കയറ്റ, ചീറ്റ തുപ്പ, ഇതൊക്കെ ഒരു യാന്ത്രികമായി നടന്നു പോകലല്ലാതെ ഇതിന്റെ അന്തസത്തയിലേക്ക് ഹൃദയം കൊടുത്തിട്ടുള്ള ഒരു ഒതു എടുക്കലല്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ ആലോചിച്ച്, നിങ്ങൾക്കും അങ്ങനെയാണ്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഒതു എടുത്തിട്ട് ചെയ്യുന്ന നിസ്കാരത്തിന് ഹൃദയ സാന്നിധ്യം ഉണ്ടാകും. ഹൃദയ സാന്നിധ്യത്തോടു കൂടെ എടുത്ത ഒതു കൊണ്ട് പോയി ഓതുന്ന ഖുർആൻ പാരായണത്തിനും ഹൃദയ സാന്നിധ്യം ഉണ്ടാവും. ഇങ്ങനെ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ ഒതു എടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ അമലിനും ആ പരിഗണന കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.